വളരെ ക്വിക്കായിട്ട് കുറച്ച് ഡെവലപ്മെൻറ്റുകളാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി UAE ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഗാർഡ് ഓഫ് ഓണറൊക്കെ റിസീവ് ചെയ്ത് വളരെ ഊഷ്മളമായ രീതിയിലാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അപ്പം ഇതിനകത്ത് പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രാഥമികമായിട്ട് വ്യാപാര ബന്ധമാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ചർച്ചയാകുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ എനർജി സെക്യൂരിറ്റിയിൽ വളരെ വലിയ പങ്കുണ്ട് UAEക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ LNG സപ്ലൈയിൽ 40% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് UAE. അതും ഡൊമസ്റ്റിക് ഗ്യാസ് സപ്ലൈയിലാണ് ഈ കോൺട്രിബ്യൂഷൻ ഉള്ളത്. അപ്പോൾ എത്രമാത്രമാണ് UAEയുടെ പ്രാധാന്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു തരത്തിലുള്ള വാർത്ത വരുന്നത്, ഇന്ത്യ UAEക്ക് ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും കൂടി ഒരു വാർത്ത വരുന്നുണ്ട്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ജോയിൻറ്റ് ഡിക്ലറേഷൻസ് ഒന്നും തന്നെ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ജസ്റ്റ് മാധ്യമങ്ങളിൽ മാത്രം പ്രിന്റ് ചെയ്ത് വരുന്ന വാർത്തയാണ്. ഈ ഡിഫൻസ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് അവിടെ ഒരു പ്രശ്നമുള്ളത് ഇറാനാണ്. ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചി ഇന്നലെ ബ്രിക്സ് കൂട്ടായ്മയിൽ വെച്ചിട്ട് സംസാരിച്ചത് പ്രത്യേകിച്ച് ഇന്ത്യക്കുള്ളിൽ നിന്നും UAEക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് UAE ഉപദേശിക്കുന്ന തരത്തിലാണ് പറഞ്ഞിരുന്നത്. പറഞ്ഞു വെച്ച ഡയലോഗ് എന്താണെന്ന് പറഞ്ഞാൽ, UAE റോങ് പാത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്, അവരുടെ കൂട്ടായ്മ ഇസ്രായേലും അമേരിക്കയുമാണ്. പക്ഷേ UAE കരുതുന്നത് പോലെ അവർ UAE രക്ഷപ്പെടുത്തില്ല. UAEക്ക് രക്ഷ വേണമെന്നുണ്ടെങ്കിൽ ഇറാനൊപ്പം ചേരണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അബ്ബാസ് അറക്ചി പറഞ്ഞു വെച്ചത്. പക്ഷേ ഇറാൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. എത്രമാത്രം അടി വാങ്ങിച്ചു കൂട്ടിയതാണെന്നുള്ളത് ലോകം കണ്ടതാണ്. ഇറാൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. എത്രമാത്രം അടി വാങ്ങിച്ചു കൂട്ടിയതാണെന്നുള്ളത് ലോകം കണ്ടതാണ്. തട്ടിക്കൂട്ടിയുള്ള ഈ ടെക്നോളജി വെച്ചുകൊണ്ട് അയക്കുന്ന മിസൈലുകൾ കൊണ്ട് ഒരു കാര്യമില്ല. കാരണം സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ഇറാന്റെ സൈഡിലില്ല. അത് ഒരു യാഥാർത്ഥ്യമാണ്. We cannot accept anything beyond a fair and balanced deal. This is why we couldn't achieve a deal in Islamabad, and we are still in the process of talks, but a deal can be achieved only when our conditions are met. അതെല്ലാം ഒരു സൈഡിൽ മാറ്റി നിർത്തിയാലും ഇന്ത്യക്കും UAEക്കുമുള്ള ബന്ധം എന്ന് പറയുന്നത് ഇറാനിനപ്പുറമാണ്. ഇന്നലെ കൂടി സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ 3 ചൈനീസ് കപ്പലുകൾക്ക് സേഫ് പാസേജ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു, ഇറാനും അമേരിക്കയും. അതുപോലെ ഇന്ത്യയുടെ 2 കപ്പലുകൾക്ക് സേഫ് പാസേജ് ഒരുക്കിയിട്ടുണ്ട്. ആ 2 കപ്പലുകളും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് കടന്ന് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി 12 കപ്പലുകൾ നമുക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചി ഇന്നലെ ബ്രിക്സ് സബ്മിറ്റ് കഴിഞ്ഞ പാടെ പറഞ്ഞു വെച്ചത്, ഇന്ത്യക്കുള്ള 12 കപ്പലുകളും സെക്യൂർ ആയിട്ട് ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഞാൻ സ്വീകരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, വാക്ക് തന്നിട്ടുണ്ട്. UAEക്ക് നിലവിൽ ആയുധം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊന്നും ഇന്ത്യയുടെ സൈഡിൽ നിന്ന് വരാനുള്ള സാധ്യതയില്ല. അക്കോർഡിംഗ് ടു ദിസ് ബ്രിക്സ് സബ്മിറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും, അവിടെയുള്ള ഇറാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത്തരത്തിലൊരു കോൺട്രവേഴ്ഷ്യൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ പ്രതികരണം നടത്തും എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ഇന്ത്യ വെപ്പൺ സപ്ലൈ ചെയ്യും. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇസ്രായേലിൻ്റെ കമ്പനികൾ, എൽബിറ്റ് സിസ്റ്റം പോലത്തെ കമ്പനികൾ ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. അമ്യൂണിഷൻസ് അവർ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവർ തോക്ക് മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. MK കാറ്റഗറി റൈഫിൾസ് ഒക്കെ അവർ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ UAEക്ക് അയച്ചു കൊടുക്കാൻ എൽബിറ്റ് സിസ്റ്റമോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കമ്പനികളോ തുനിഞ്ഞാൽ ഇന്ത്യക്കൊന്നും തന്നെ പറയാൻ കഴിയില്ല. ഇന്ത്യക്ക് റെസ്ട്രിക്ഷൻസ് വേണമെങ്കിൽ ഉണ്ടാക്കാം. UAEയുടെ കാര്യത്തിൽ ഇന്ത്യ അനാവശ്യമായിട്ട് കയറി തടസ്സം പറയില്ല. അതാണ് യാഥാർത്ഥ്യം. ഇനി അഥവാ ഇറാൻ ചോദിച്ചാലും അത് ഞങ്ങളല്ല, ഞങ്ങളുടെ രാജ്യത്ത് ഇസ്രായേൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന സാധനങ്ങൾ ഇസ്രായേൽ കയറ്റി അയക്കുന്നു, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ പറയും, അങ്ങനെ പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് ഇസ്രായേലിൻ്റെ പേരിൽ ഇന്ത്യ ആയുധം കൊടുക്കും UAEക്ക്. അതുപോലെ ഇന്ത്യക്ക് വളരെ ബോൾഡായിട്ട് UAEയോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള നിലപാടെടുക്കാം. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഏതാണ്ട് 4.5 മില്യൺ ഇന്ത്യൻസ് ആണ് UAEയിലുള്ളത്. ഇറാനിൽ എത്ര ഇല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത് വെച്ചിട്ട് ഇന്ത്യക്ക് വേണമെങ്കിൽ സംസാരിക്കാം. എൻ്റെ ജനങ്ങൾ, ഇറ്റ് മീൻസ് ഇന്ത്യയിലെ പോപ്പുലേഷനാണ് UAEയിലുള്ളത്. അപ്പോൾ ഇറാൻ അഥവാ UAE ആക്രമിച്ചാൽ ഇൻഡയറക്ട്ലി അത് ഇന്ത്യൻസിനെതിരെ നടത്തുന്ന ആക്രമണമായിട്ട് വേണമെങ്കിൽ ഇന്ത്യക്ക് ചിത്രീകരിക്കാം. അവിടെ ഒരു സ്കോർ നേടാൻ പറ്റും. പക്ഷേ ഇന്ത്യ അത്തരത്തിൽ ഒരു ഡിപ്ലോമസി ഉപയോഗിക്കുമോ എന്നുള്ളതിൽ ഡൗട്ടുണ്ട്. ട്രംപ് ചൈനയിൽ നടത്തിയ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ട്രംപ് മദ്യപിക്കാത്ത ആളാണ് എന്നാണ് പൊതുവിൽ കേൾക്കുന്നത്. പുള്ളിയുടെ സഹോദരൻ ഇങ്ങനെ മദ്യപാനത്തിന് അടിമപ്പെട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്.
അപ്പോൾ അതിനെ തുടർന്ന് പുള്ളിക്കാരൻ മദ്യപാനമെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ചൈനയിൽ പോയി 2 വട്ടം പുള്ളിക്കാരൻ ഈ മദ്യപാനം, അതായത് സിപ്പ് എടുത്തിട്ട് ഷീ ജിൻപിങ്ങിന്റെ നേതൃത്വത്തിലുള്ള വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ ആ ചടങ്ങിൽ വെച്ചിട്ട് ഷാമ്പയിൻ പോലത്തെ വൈൻ കാറ്റഗറിയിൽ വരുന്ന ഷാമ്പയിനോ അഥവാ വൈൻ പോലത്തെ സാധനങ്ങൾ സിപ്പ് എടുത്തിട്ടുണ്ട്. അത് ശരിക്കും ചൈനയുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കാൻ വേണ്ടിയിട്ട് ട്രംപ് ആയിട്ടാണ് ആത്മാർത്ഥമായിട്ട് എടുത്ത ഒരു എഫേർട്ടായിട്ടാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇതിനകത്ത് വേറെ ഒരുപാട് കളികളുണ്ട്. 16 ബില്യണിയേഴ്സുമായിട്ടാണ് ട്രംപ് ചൈനയിൽ പോയി ഇറങ്ങിയ പാട് തന്നെ വിത്തിൻ 1 or 2 ഡേയ്സിൽ 36 എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. പ്രാഥമികമായിട്ടുള്ള MOU. ഓരോ വിഷയങ്ങളിലും ഓരോ പ്രോജക്റ്റുകളെയും കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന മിനിറ്റ്സിൽ കൃത്യമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് ഒരു MOU ആക്കിയിട്ട് 2 രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൈൻ ചെയ്ത് കൈമാറും. അമേരിക്കയും ചൈനയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 1, 2, 3, 5, 6, 7 എന്ന് പറഞ്ഞിട്ട് ഇവർ സംസാരിച്ച പോയിന്റുകളെല്ലാം തന്നെ അവിടെ നിന്ന് മിനിറ്റ്സ് എടുത്ത് സൈൻ ചെയ്യുന്നതാണ് ഈ MOU എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രാഥമികമായിട്ട് അത് സൈൻ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 36 സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡീലുകളെല്ലാം തന്നെ ഉറപ്പിക്കുന്ന ഭാഗത്തിൽ ശരിക്കും ഒരു കോൺഫിഡൻസ് ചൈനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കമ്പനികളുടെ CEOമാരെയാണ് അവിടെ കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറയുന്നില്ല. എലോൺ മസ്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ആപ്പിൾ കമ്പനിയുടെ ടിം കോക്ക്, അതുപോലെ NVIDIA കമ്പനി, ബ്ലാക്ക് റോക്കിൻ്റെ ഓണർ, JP മോർഗൻ്റെ ചെയർപേഴ്സൺ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ബില്യണിയേഴ്സിനെയാണ് കൊണ്ടിറക്കിയത്. ഇതിൻ്റെ ഇടയ്ക്ക് അമേരിക്കയുടെ കോൺഗ്രസ്സിൽ ട്രംപിൻ്റെ വാർ പവറിനെ കുറിച്ചുള്ള ഒരു റെഫറൻഡം അവിടെ ഉന്നയിച്ചായിരുന്നു. അപ്പോൾ അതിൽ 212 രണ്ട് സൈഡിലും 212 വോട്ടുകളാണ് കിട്ടിയത്. അപ്പോൾ ഡ്രോ ആണത്. ശരിക്കും ട്രംപിന് വാർ പവർ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതിൽ തീരുമാനമാകാതെ ഡ്രോ ആയിട്ട് ആ റെഫറൻഡം അവസാനിച്ചിരിക്കുകയാണ്. റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഒരു ചെറിയ പോയിന്റ് കൂടെ പറയാം. അതായത് 1400 ഡ്രോണാണ് റഷ്യ അയച്ചു വെച്ചത്. അതിൽ ഏതാണ്ട് 1100+ ഉക്രൈൻ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഗ്രേറ്റ് വർക്കാണ്. പക്ഷേ 200-ലധികം ഡ്രോൺ പതിച്ചിട്ടുണ്ടെന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 26-ലധികം ഉക്രൈനിയൻ പൗരന്മാർ, സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉക്രൈൻ തിരിച്ചടിക്കുമെന്ന് വാൺ ചെയ്തതായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉക്രൈൻ റഷ്യക്കുള്ളിൽ ഒരു 500 കിലോമീറ്റർ ഉള്ളിലേക്ക് റൈസാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിൽ റിഫൈനറി കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. റഷ്യ 1400 അയച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉക്രൈൻ 5 എണ്ണം അയക്കും. ആ 5 എണ്ണം കൃത്യമായിട്ടുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന രീതിയിലാണ് അയക്കുന്നത്. ഇതേതാണ്ട് 5% റഷ്യയുടെ ഡൊമസ്റ്റിക് ഓയിൽ പർപ്പസിനെ ഫുൾഫിൽ ചെയ്യുന്ന റിഫൈനറിയാണ്. ആ റിഫൈനറിയാണ് നിന്ന് കത്തുന്നത്. അത് ഷാർപ്പ് അറ്റാക്ക്. UK ആണെങ്കിൽ ഒരു നിർണായക തീരുമാനമെടുത്തിട്ടുണ്ട്. ഉക്രൈനിന് ഞങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം കൈമാറാൻ തീരുമാനമെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കീർ സ്റ്റാർമർ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കൊടുത്തില്ലേ? എന്ത് തരത്തിലുള്ള സോളിഡാരിറ്റിയാണ് നിങ്ങൾ ഉക്രൈനുമായിട്ട് വെച്ച് പുലർത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഉക്രൈനുമായിട്ട് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് സെലൻസ്കിയെ വിളിച്ച് നിരന്തരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഇമ്മാനുവൽ മാക്രോൺ ആയിക്കോട്ടെ, കീർ സ്റ്റാർമർ, ഇവർ രണ്ടുപേരുമാണ് പ്രധാന കക്ഷികൾ. എയർ ഡിഫൻസ് സിസ്റ്റം പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. ഇപ്പോഴും കൊടുക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റിൽ അപ്രൂവലൊക്കെ പാസ്സാക്കി വെച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ അമേരിക്കയ്ക്ക് ഡയറക്റ്റായിട്ട് ഒരു കൺടെംപ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ റഷ്യൻ എണ്ണയെ ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നത് ശരിയായ നടപടിയല്ല. അമേരിക്കൻ മോണോപോളി അത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലത്തെ ഇത്രമാത്രം പോപ്പുലേഷനുള്ളൊരു രാജ്യം, ആ രാജ്യത്തിന് എണ്ണ പർച്ചേസ് ചെയ്യാനുള്ള ഫ്രീഡത്തിനെ വരിഞ്ഞു മുറുക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം, അതിനെതിരെയാണ് ശക്തമായിട്ട് ആഞ്ഞടിച്ചിരിക്കുന്നത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ, ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി. ഇത് റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ സെർഗെയ് ലാവ്രോവുമായിട്ട് മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് ഇന്ത്യയും റഷ്യയും തമ്മിൽ പുതിയ ഓയിൽ ഡീൽ സൈൻ ചെയ്യുന്നുണ്ട്. ഈ ഓയിൽ ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ പഴയതുപോലെ അത്ര എഫക്റ്റീവായിട്ട് വരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം റഷ്യ ഉക്രൈൻ യുദ്ധമാണ്. ഉക്രൈൻ കൃത്യമായിട്ട് എണ്ണ റിഫൈനറികളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തുന്നതുകൊണ്ട് തന്നെ റഷ്യക്കുള്ളിൽ തന്നെ പ്രൊഡക്ഷൻ തീരെ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാലും അവർ ഇന്ത്യക്ക് എണ്ണ തരാൻ തയ്യാറാണ്. ഒരു ലിമിറ്റഡ് അളവിൽ എണ്ണ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അൺലിമിറ്റഡ് ആയിട്ട് എണ്ണ വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യത്തിന് അമേരിക്ക വഴിയൊരുക്കണം. ഇന്ത്യക്ക് മാത്രമല്ല, ഗ്ലോബലി, ആഗോളതരത്തിൽ ഗ്ലോബൽ പോപ്പുലേഷന് എണ്ണ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് റഷ്യയുമായിട്ട് നല്ല ബന്ധത്തിലാണല്ലോ അമേരിക്ക. ഉക്രൈൻ്റെ സൈഡിലും നിലനിൽക്കുന്നില്ല. യുദ്ധം നടക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ യുദ്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 4-4.5 വർഷമായി. അപ്പോൾ ഇനിയും ഇങ്ങനെ സാങ്ഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക റഷ്യൻ എണ്ണയ്ക്ക് മേളിൽ ചുമത്തിയിരിക്കുന്ന ഉപരോധം നീക്കണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ആവശ്യം. ഈ ആവശ്യം അമേരിക്ക പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യമാണ്, അൺലിമിറ്റഡ് ആയിട്ട്. അതുപോലെ ഇന്നലെ മാർക്കോ റൂബിയോ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഒരിക്കലും ചൈനയെടുത്ത് ചോദിച്ചിട്ടില്ല
സ്ട്രേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഹെൽപ്പ് വേണമെന്ന് ഞങ്ങൾ ചൈന അടുത്ത് ചോദിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളും ചൈനയും തമ്മിലുള്ള ഡീല് വേറെയാണ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ ആർക്കാണ് അറിയാത്തത്? ഇൻഡയറക്റ്റ് ആയിട്ട് ഇത് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഷീ ജിൻപിങ് സ്വമേധയാ ഞാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാം, ഇറാനുമായിട്ട് ചർച്ച നടത്താം എന്നുള്ള രീതിയിലൊക്കെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുള്ളതായിട്ട് ട്രംപ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട്. But they'd like to see it opened. But they actually closed it. He didn't like the fact that they're charging tolls. They've agreed they want to buy oil from the United States. They're going to go to Texas. We're going to start sending Chinese ships to Texas and to Louisiana and to Alaska. And I think that was another thing that was agreed to. That's a big thing. And President Xi would like to see a deal made. He would like to see a deal made. And he did offer. He said, if I can be of any help at all, I would like to be of help. Because, he did say that. Yeah, he did say that. And look, anybody that buys that much oil has obviously got some kind of a relationship with him. But he said, I would love to be of help. If I can be of any help whatsoever, he'd like to see the Hormuz Strait open. He said, if I could be of any help whatsoever, I would like to help. The third tier that we're dealing with now, I think they're actually much more reasonable and in many ways smarter than the first tier and the second tier, who are no longer with us. You don't have infinite patience. You have patience. You're being patient. No, I'm not going to be much more patient. No, I'm not. They should make a deal. Any sane person would make a deal. But they might be crazy. അതുപോലെ ട്രംപിൻ്റെ ബോഡി ലാംഗ്വേജൊക്കെ കുറിച്ച് പല രീതിയിലുള്ള പരാമർശങ്ങൾ, ഷീ ജിൻപിങ് വളരെ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് നിൽക്കുന്നതായിട്ടും ട്രംപ് വളഞ്ഞു കുനിഞ്ഞ് നിവർന്നൊക്കെ ഷീ ജിൻപിങ്ങിനെ തൊട്ടുരുമിയൊക്കെ സംസാരിക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ട്രോളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ, അതൊന്നും വലിയ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ട്രംപ് അത് കഴിഞ്ഞിട്ട് ട്വീറ്റ് ചെയ്തത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളാവാനുള്ള കാരണം സ്ലീപ്പി ഫേസ് ജോ ബൈഡൻ ആണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ജോ ബൈഡൻ ശരിക്കും പറഞ്ഞാൽ ചൈനയുമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ജോ ബൈഡൻ ഉണ്ടായിരുന്ന 4 വർഷവും ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ട്രംപ് ഭരണത്തിൽ വന്നിട്ട് താരിഫ് പ്രഖ്യാപിച്ചിട്ടാണ് ചൈനയെ വെറുപ്പിച്ചത്. അങ്ങനെയാണ് ചൈന റെയർ എർത്ത് എലമെൻറ്റ്സ് തരില്ല എന്നുള്ള രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ പോകുന്നതും ട്രംപ് 147, 157, 200 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താരിഫുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് വാശി പിടിച്ചിരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ഇന്ന് ഭരണകക്ഷിയാണ് ട്രംപ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും പറയാൻ കഴിയില്ല. എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോളുകൾ ഉണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് പാർട്ടിയുടെ മേളിൽ കെട്ടിവെക്കുക എന്നുള്ളൊരു സാധാരണ രീതി ഉണ്ടല്ലോ, അതേ രീതി തന്നെയാണ് ട്രംപ് ഫോളോ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം പ്രത്യക്ഷത്തിൽ ജിയോ പൊളിറ്റിക്സ് അഥവാ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്താണെന്ന് അറിയാത്ത കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റും. ട്രംപ് എഴുതിയിരിക്കുന്നതിൻ്റെ കാപട്യം, അത് കാപട്യം തന്നെ പറയേണ്ടി വരും. അപ്പം ഇന്ത്യയിൽ ഡൽഹിയിൽ ഒരു മിനി ലോക്ക്ഡൗൺ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ പല പോളിസി ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻസിൽ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്, പീക്ക് ടൈംസിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് മുനിസിപ്പാലിറ്റി എല്ലാം രാവിലെ 8 മണിക്ക് ഓപ്പൺ ചെയ്ത് 5 മണിക്ക് അടയ്ക്കുന്നത് പോലെയും, അതുപോലെ മറ്റുള്ള ഗവൺമെൻറ് ഓഫീസുകളെല്ലാം തന്നെ 10:30 തുറന്ന് 7 മണി വൈകുന്നേരം 7 മണിക്ക് അടയ്ക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. അതുപോലെ മൺഡേ എന്ന് പറയുന്നത് മെട്രോ മൺഡേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ നോ കാർസ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ഡേ അനൗൺസ് ചെയ്യുന്നുണ്ട്, വീക്ക്ലി ഒരു ദിവസം. മൾട്ടിപ്പിൾ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ് എംപ്ലോയീസിന് ഈ ട്രാവൽ അലവൻസ് കൊടുക്കണം, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ അലവൻസ്. അതുപോലെ തന്നെ 20% അവരുടെ ഫ്യൂൽ അലവൻസിൽ നിന്നും കട്ട് ചെയ്യണം എന്നും കൂടിയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതായത് അവരുടെ പെട്രോൾ കോട്ടയിൽ നിന്നും 20% റെഡ്യൂസ് ചെയ്യും, എന്നിട്ട് അത് ട്രാവൽ അലവൻസ് ആയിട്ട് മാറ്റി കൊടുക്കും. ട്രാവൽ അലവൻസ് എന്ന് പറഞ്ഞാൽ അത് സ്വന്തം കാർ ഉപയോഗിക്കാനല്ല, അത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് അങ്ങനെ പോകണം. അതുപോലെ പരമാവധി കാർഗോ ഷിപ്മെന്റ്സ് എല്ലാം തന്നെ ട്രെയിനിലൂടെ അയക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സിമ്പിൾ ലോക്ക്ഡൗൺ എന്ന് വേണമെങ്കിൽ പറയാം. വർക്ക് ഫ്രം ഹോം ആണ്, വീക്ക്ലി 2 days വർക്ക് ഫ്രം ഹോം എടുക്കുക, പിന്നീട് വീക്ക്ലി 4 days വർക്ക് ഫ്രം ഹോം ആക്കുന്നത് ഉചിതമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയപ്പെടും. ഇതെല്ലാം തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ അമേരിക്ക നടത്തുന്ന ബ്ലോക്കേഡ് തുടരുന്ന പക്ഷത്തിൽ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്കും ഇത് അപ്ലൈ ചെയ്യപ്പെടും. അപ്പോൾ ഒരു ട്രയൽ ബേസിസിൽ ഡൽഹിയിൽ ഇത് പരീക്ഷിക്കുകയാണ്. പിന്നെ ഇന്ത്യ ഷുഗർ എക്സ്പോർട്ട് ചെയ്യുന്നത് നിർത്തലാക്കിയിട്ടുണ്ട്. യൂറോപ്പിനും അമേരിക്കയ്ക്കും ഓൾറെഡി നമ്മൾ സൈൻ ചെയ്ത പൈപ്പ് ലൈനിലുള്ള എക്സ്പോർട്ട് തുടരും. ബാക്കി പുതുതായിട്ടുള്ള എഗ്രിമെൻറ്റുകളൊന്നും ഇതിനെ സൈൻ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഫുഡ് ഇൻഡസ്ട്രിയിൽ ഫുഡ് പ്രോഡക്ട്സിനെ നമ്മൾ ഇങ്ങനെ കട്ട് ഓഫ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയപ്പെടുന്നത് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ക്ലോസ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വരേണ്ട ഫെർട്ടിലൈസേഴ്സ് കൃത്യമായിട്ട് എത്തുന്നില്ല. അതുകൊണ്ട് ഇപ്പം ഷുഗർ കെയിൻ ബ്രസീലിൻ്റെ അടുത്ത് നെക്സ്റ്റ് ലെവലിൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഷുഗർ കെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഷുഗർ കെയിൻ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തിൽ നിൽക്കുന്ന ഇന്ത്യ തന്നെ ഈ തീരുമാനം എടുത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ രാജ്യങ്ങളും മറ്റുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ സംഭവം വേറെ ഒന്നുമല്ല,
ഇതാണ് സംഭവം. ഫെർട്ടിലൈസർ ഇല്ലെങ്കിൽ ഇവിടെ കൾട്ടിവേഷൻ നടക്കില്ല. പിന്നെ അടുത്ത് നെക്സ്റ്റ് വരാൻ പോകുന്ന മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിൻ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ക്ലൈമറ്റ് അല്ല വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളുണ്ട്. ഈ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടാണ് ശരിക്കും ഇന്ത്യ ഒരു പ്രിക്കോഷണറി മെഷേഴ്സ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ ഷോർട്ടേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇറക്കുമതി ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കയറ്റുമതിയേക്കാളും ഇറക്കുമതി ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ബെറ്റർ നമ്മൾ കൃത്യമായിട്ടുള്ള മെഷേഴ്സ് ഒക്കെ എടുത്ത് നമുക്കുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് ബാക്കി എക്സ്പോർട്ട് ചെയ്താൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഷുഗർ എന്തുകൊണ്ട് എക്സ്പോർട്ട് ചെയ്ത് നിർത്തിയത്, ഫോറിൻ കറൻസി ഇന്ത്യക്കുള്ളിൽ വരുന്നത് തടയുകയില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോറിൻ കറൻസിയെക്കാളും ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ സഫിഷ്യൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഇമ്പോർട്ടിൻ്റെ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ നമുക്ക് ഷുഗർ വേണമെന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ ഇതിനേക്കാളും കൂടുതൽ പൈസ മുടക്കി ഇറക്കുമതി ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമുക്ക് വീണ്ടും ഫോറിൻ എക്സ്ചേഞ്ച് തന്നെ ചെയ്യേണ്ടി വരും, അതും കൂടിയ അളവിൽ ചെയ്യേണ്ടി വരും. കാരണം ഒരു സാധനം നമ്മുടെ നാട്ടിലുണ്ട്, അപ്പോൾ നമുക്കിവിടെ ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതെന്തിനാണ് വെറുതെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് വിട്ടിട്ട് പിന്നെ ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് ഡോളർ കൊടുത്ത് പിന്നെ ഇറക്കുമതി ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്? അതിൻ്റെ ആവശ്യമുണ്ട്. ഇതൊക്കെ എക്സ്പേർട്ടുകൾ ഇരുന്ന് ആലോചിച്ചിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഫോറക്സ് റിസർവിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മളുടെ കയ്യിലിപ്പം കയ്യിരിപ്പ് 692 അഥവാ $700 ബില്യൺ നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഏതാണ്ട് $1.2 ബില്യൺ നമ്മുടെ കയ്യിൽ 1991 ഉണ്ടായിരുന്നത്. 1991-92 ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു. ഫോറക്സ് കയ്യിരിപ്പില്ല, ആകെയുള്ളത് $1.2 ബില്യൺ ആയിരുന്നു. അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു 3 ആഴ്ച സർവൈവ് ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് റുപ്പിക്കും നല്ല രീതിയിലുള്ളൊരു മൂല്യം ഉണ്ടായിരുന്നു കമ്പാരിറ്റീവ്ലി. ഇന്നത്തെ ഒരു റുപ്പി മൂല്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും അന്ന് ബെറ്റർ പൊസിഷനിലായിരുന്നു റുപ്പി. എന്നാലും നമുക്ക് ലോൺ വേണമായിരുന്നു. നമ്മൾ IMFനെ സമീപിച്ച സമയത്ത് IMF പറഞ്ഞത്, ഞാനൊരു ബാങ്ക് പറയാം, ആ ബാങ്കിലേക്ക് നിങ്ങൾ സ്വർണം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യൂ, എന്നിട്ട് IMFലേക്ക് വന്ന് ചർച്ച നടത്തിയിട്ട് ഞങ്ങൾ അപ്രൂവൽ തരാം, വിത്തിൻ 48 hours നിങ്ങൾക്ക് ആ ബാങ്ക് പൈസ തരും എന്നാണ് അന്ന് IMF പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ നമ്മൾ സ്വർണം യൂണിയൻ ബാങ്ക് ഓഫ് സ്വിറ്റ്സർലാൻഡിലേക്ക് നമ്മൾ കയറ്റി അയച്ചു. എന്നിട്ട് നമ്മൾ IMFലേക്ക് അപ്രൂവലിന് വേണ്ടിയിട്ട് ചർച്ചയ്ക്ക് പോയ സമയത്ത് IMF വീണ്ടും നമ്മളത് കണ്ടീഷനാണ് വെച്ചത്. അതായത് ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ അങ്ങ് തരും, നിങ്ങളത് അഗ്രി ചെയ്യുക. ഇന്ത്യയുടെ മാർക്കറ്റ് അമേരിക്കയ്ക്കും അതേപോലെ യൂറോപ്പിനും തുറന്നു കൊടുക്കണം, അതാണ് മെയിൻ ആയിട്ടുള്ള നിർദ്ദേശം. അതുവരെ നമ്മളുടെ ഡൊമസ്റ്റിക് സെക്യൂർ പോളിസി ആയിരുന്നു. ഗ്ലോബലൈസേഷനിലേക്ക് ഇന്ത്യ കാലെടുത്ത് വെച്ചിട്ടില്ലായിരുന്നു, എല്ലാം തന്നെ ക്ലോസ്ഡ് പോളിസികളായിരുന്നു. അപ്പോൾ അവിടെയാണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് ഓപ്പൺ പോളിസി ഉണ്ടാകുന്നത്. ഇന്ത്യ ഗ്ലോബലൈസേഷൻ എന്നുള്ളൊരു മാർക്കറ്റിലേക്ക് കാലടി എടുത്ത് വെക്കുന്നത്. അങ്ങനെയാണ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് വീണ്ടും ഇന്ത്യക്കുള്ളിൽ ഫോറിൻ കമ്പനികൾ കടന്നു വരാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒരു കണക്കിന് നന്നായി, പക്ഷേ നമ്മളെ ഒരു ഡീൽ ചെയ്ത രീതി, അതാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നമ്മൾ സ്വർണം കൊണ്ട് കൊടുത്തിട്ടും അവർ പറഞ്ഞ കണ്ടീഷന് വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വർണം എടുത്തുകൊണ്ട് പോയിക്കോ, ഞങ്ങൾക്ക് പണം തരാൻ വകുപ്പില്ല എന്നുള്ള മറുപടിയാണ് നമുക്ക് അവർ തന്നത്. ആ സമയത്താണ് നമ്മൾ കൃത്യമായിട്ട് ഞങ്ങളും ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി മാറുകയാണ് എന്നുള്ള ഒരു കൺസെൻറ്റ് ഒപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ സ്വിറ്റ്സർലാൻഡിൻ്റെ ബാങ്കിൽ നിന്നും ഏതാണ്ട് $2.2 ബില്യൺ കടമെടുത്തത്. അത് നമ്മൾ തുച്ഛമായ പൈസയാണ് ഇന്ന് നമ്മൾ കണക്കൂട്ടുമ്പോഴത്തേക്കും. അത് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് $700 ബില്യൺ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് നമുക്ക് റിക്കവറായി വരാൻ വേണ്ടിയിട്ട് അന്ന് ഗ്ലോബലി തന്നെ ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു. കാരണം സദാം ഹുസൈൻ അന്ന് ഇറാൻ കുവൈറ്റ് മേഖലയിലൊക്കെ ആക്രമണം നടത്തി അന്നും ഇതേപോലെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അന്ന് തടസ്സപ്പെട്ടത് കൊണ്ടാണ് നമ്മൾക്ക് ഈ ക്രൈസിസ് വന്നത് അന്നും. അത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതേസമയം IMF എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. ഈ IMF എന്ന് പറയുന്നത് പല ബാങ്കുകൾ ഒരുമിച്ച് ചേർന്ന് ഇവരുടെ കീഴിൽ പല ബാങ്കുകളുണ്ട്. ആ ബാങ്കുകളുടെ ബ്രോക്കറേജ് ആണ് IMF. ഈ IMFന് പൈസ റൊട്ടേറ്റ് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. അത് JP മോർഗൻ പോലത്തെ, ബ്ലാക്ക് റോക്ക് പോലത്തെ പ്രൈവറ്റ് ഫൈനാൻഷ്യൽ ഏജൻസീസും ഇതിലുൾപ്പെടും. അതുപോലെ ഗ്ലോബലിയുള്ള പല ബാങ്കുകളും, ബാർക്ലേസ്, അതേപോലെ യൂണിയൻ ബാങ്ക് ഓഫ് സ്വിറ്റ്സർലാൻഡ്, അതായത് സ്വിസ് ബാങ്ക്, ഇതുപോലത്തെ പല വമ്പൻ ബാങ്കുകളും ഇവരുടെ കീഴിൽ അണിനിരന്നിട്ടുണ്ട്. അപ്പോൾ IMFന് എന്താണ് അവസ്ഥ എന്ന് വെച്ചാൽ, IMF ഒരു ബ്രോക്കറേജ് പോലെ പ്രവർത്തിക്കും. അവരാണ് ഈ മെഷേഴ്സ് സെറ്റ് ചെയ്യുന്നത്. അതായത് പൈസ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് IMFന്റെ പ്രധാനപ്പെട്ട പണി, ബ്രോക്കറേജ്. അപ്പോൾ ഇത് അമേരിക്കയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് നല്ല സ്വാധീനമുണ്ട് ഈ IMFൽ. അപ്പോൾ ഈ ഇപ്പോൾ പൈസ വേണ്ട ആൾക്കാർ IMFനെ സമീപിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അവർക്കും അമേരിക്കയ്ക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അവർ പരിശോധിക്കും. അമേരിക്കയ്ക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ നിർദ്ദേശിക്കും. വേണ്ടി വന്നാൽ അമേരിക്കയ്ക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുന്ന രീതിയിൽ ഈ പൈസ വിനിയോഗിക്കാൻ പറ്റുമോ, ഈ പൈസ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അവർ ചിന്തിക്കും. എന്നിട്ട് അതിനനുസരിച്ചുള്ള പല മാനദണ്ഡങ്ങളും പല റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഈ പൈസ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വരുമാനം ആ രാജ്യത്തിൻ്റെ പല മേഖലകളിൽ നിന്നും കണ്ടെത്തും.
കണ്ടെത്തിയിട്ട് തിരിച്ചടയ്ക്കാൻ വകുപ്പുണ്ട് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ IMF പൈസ റിലീസ് ചെയ്യുള്ളൂ. അതിനെയാണ് ബെയിൽ ഔട്ട് എന്ന് പറയുന്നത്. അന്ന് നമുക്ക് 2.2 ബില്യൺ ആണ് ബെയിൽ ഔട്ട് കിട്ടിയത്. നമുക്ക് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൽ നിന്നും റിക്കവർ ആയി വന്നത്. പക്ഷേ ആ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിന്റെ ക്രൈസിസ് ആഗോളതലത്തിൽ 2 വർഷം എടുത്തു റിക്കവർ ആവാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇപ്പം അടച്ചിട്ടിരിക്കുന്ന സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്, ഒരു 6 മാസത്തിനുള്ളിൽ കാര്യങ്ങളെല്ലാം നോർമലൈസ്ഡ് ആവും. പക്ഷേ ഇതേപോലെ തന്നെ ബ്ലോക്കേഡ് തുടരുകയാണെന്നുണ്ടെങ്കിൽ പല രാജ്യങ്ങളും നിലംപൊത്തും, പല രാജ്യങ്ങളുടെ എക്കോണമി നിലംപൊത്തും. ഇപ്പം ഇന്ത്യ 3.4 3.40 പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും കുറഞ്ഞ വർധനമാണ് ആഗോളതലത്തിൽ. ഞാനിവിടെ ലിസ്റ്റ് വെക്കുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് നിങ്ങൾ നോക്കൂ, അമേരിക്ക, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതായത് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ വരെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ. കാരണം എന്താണ്? അവരുടെ എണ്ണ വിറ്റ് പോകുന്നില്ല. അതുകൊണ്ട് എണ്ണ വെച്ചിരിക്കുന്ന ആൾക്കാർ തന്നെ എണ്ണ വില കൂട്ടുകയാണ് ഡൊമസ്റ്റിക്കലി. 50% എബോയാണ് പെട്രോളിൻ്റെ പ്രൈസ് UAE ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അമേരിക്ക നോക്കൂ, എല്ലാവരും തന്നെ 40+% ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണ്? അവർക്ക് എണ്ണ വിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എണ്ണ വിൽപ്പന തടസ്സപ്പെട്ടത് കൊണ്ട് എണ്ണ കൈവശമുള്ള രാജ്യങ്ങൾ പോലും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് പൈസ വേണമല്ലോ, ക്യാഷ് ഫ്ലോ വേണം, പൈസ റൊട്ടേറ്റ് ചെയ്യണം. അത് ഡൊമസ്റ്റിക്കലി കണ്ടെത്താനേ മാർഗം. അങ്ങനെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ പിഴിഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം രൂപപ്പെട്ടിരിക്കുന്നത്. അത് ഇൻഫാക്റ്റ് ഇന്ത്യ ആയാലും UAE ആയാലും അമേരിക്ക ആയാലും ഇതന്നെ അവസ്ഥ. ഇന്ത്യയുടെ പേരൊക്കെ ഏറ്റവും ലാസ്റ്റിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇത്രയും രാജ്യങ്ങൾ കഴിഞ്ഞിട്ടാണ് പാകിസ്ഥാനൊക്കെ ടോപ്പിൽ 4ാം സ്ഥാനമാണ് പാകിസ്ഥാനൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്ത്യ ബെറ്റർ പൊസിഷനിലാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പം നമ്മൾ കോമൺലി നോക്കുമ്പോഴത്തേക്കും മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ്, ഇറാനുമായിട്ടുള്ള യുദ്ധം, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അടച്ചിട്ടിരിക്കുകയാണ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ആടി ഒലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഫോറക്സ് റിമിറ്റൻസുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് നമ്മളുടെ നിഫ്റ്റി 50 കമ്പനികൾക്ക്. ഈ നിഫ്റ്റി 50 കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻഡെക്സ് ആണ്. ആ ഇൻഡെക്സ് ഫണ്ടിൽ ശരിക്കും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ലിസ്റ്റഡ് കമ്പനികളാണ്. ഈ നിഫ്റ്റി 50 എന്ന് പറയുന്നത് 50 ലിസ്റ്റഡ് കമ്പനികളാണ്. അത്യാവശ്യം പെർഫോം ചെയ്യുന്ന ഫണ്ടുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ 50 കമ്പനികളാണ് നിഫ്റ്റി 50 കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഫോറക്സ്, ഈ ഡോളർ ലിങ്ക്ഡ് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ നിഫ്റ്റി 50 കമ്പനികളുടെ പെർഫോമൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പോൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ടാവും. അപ്പം ഒരു സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ ബ്ലോക്കേഡ് ഏതുവരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ കൃത്യമായിട്ട് ഇവിടെ എടുത്ത് പറഞ്ഞത്. ഈ നിഫ്റ്റി 50 കമ്പനികളുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഈ നിഫ്റ്റി 50 ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 50 കമ്പനികൾ, ഇന്ത്യക്കുള്ളിലുള്ള ടോപ്പ് മോസ്റ്റ് 50 സ്റ്റോക്ക് മാർക്കറ്റിൽ പെർഫോം ചെയ്യുന്ന കമ്പനികളിലുള്ള ഫണ്ടുകളിൽ ലോ പെർഫോമൻസ് രേഖപ്പെടുത്തുമ്പോൾ അത് ഇൻവെസ്റ്റേഴ്സിനെ ബാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് മ്യൂച്വൽ ഫണ്ടുകൾ, അതുപോലെ ഇക്വിറ്റി ഫണ്ടുകളൊക്കെ ഡീൽ ചെയ്യുന്ന കമ്പനികളെ ബാധിക്കും, ബ്രോക്കറേജ് കമ്പനികളെ ബാധിക്കും, അതിലൂടെ നിരവധി എംപ്ലോയീസിനെ ബാധിക്കും. അതിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ഒരുപക്ഷെ നിങ്ങളുടെ വീടിനടുത്തോ എൻ്റെ വീട്ടിലോ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ഒരു സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ നടക്കുന്ന ഒരു വിഷയം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു ഫൈനാൻഷ്യൽ കമ്പനിയിൽ വരെ പണിയെടുക്കുന്ന, ബാങ്കിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ ജോലിയെ വരെ ബാധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.